ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയനാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയനാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൽ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൽ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയവാസം എത്ര മനോഹരം ജീവനാഥനോടുള്ള ബന്ധം എത്ര ശ്രേഷ്ഠം സ്വർഗീയവാസം എത്ര മനോഹരം ജീവനാഥനോടുള്ള ബന്ധം എത്ര ശ്രേഷ്ഠം ആത്മീയ ജീവിതമാനന്ദദായകം ആത്മനാഥനൊത്തുള്ള ജീവിതം ധന്യം ആത്മീയ ജീവിതമാനന്ദദായകം ആത്മനാഥനൊത്തുള്ള ജീവിതം ധന്യം എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ സ്നേഹവിരുന്നിൽ ഞാൻ ചേർ
യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. 34 സങ്കീർത്തനം 11 വാക്യം വായിക്കാം. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. അവസരവും കടൽത്തിരയും ആരെയും കാത്തിരിക്കയില്ല എന്ന് പറയും. അവസരങ്ങളും കടൽത്തിരയും ആരെയും കാത്തിരിക്കുകയില്ല. അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ കടമ എന്ന് പറയുന്നത്. അവസരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരങ്ങളുടെ സമാഹാരമാണ് ആയുസ് എന്ന് പറയും. എന്നുവെച്ചാൽ ആയുസ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളുടെ എണ്ണമല്ല. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് സഹകരിച്ച് ദൈവത്തിൻ്റെ വഴികളോട് ചേർന്ന് ദൈവം തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ആയുസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ദിവസങ്ങളും മാസങ്ങളും എണ്ണങ്ങളുമാണ് ആയുസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവം തരുന്ന അവസരങ്ങളെ നാം പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. അവസരങ്ങൾ ആരെയും കാത്തിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, നാം എത്ര പേര് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ ആയുസ്സിൽ എന്തെല്ലാം അവസരങ്ങളാണ് ദൈവം തരുന്നത്. മനുഷ്യൻ ദൈവം കരുത്തുള്ളവനാണ്, നമുക്കറിയാം. ദൈവത്തിൻ്റെ ഹൃദയം കരുത്തുള്ള ഹൃദയമാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഹൃദയവും അതുപോലെ തന്നെ കരുത്തുള്ളതാണ്. എന്തിനുള്ളതായ കരുത്ത്? എന്തിനുള്ള കരുത്താണ് അതിനുള്ളത്? ആ ദൈവത്തിനെ സ്നേഹിക്കാനുള്ള കഴിവുള്ളതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനും സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. അതിനുള്ള കരുത്ത് മനുഷ്യ ഹൃദയത്തിനുണ്ട്. പക്ഷേ ആ മനുഷ്യനെ കഴിവില്ലാത്തതാക്കുന്നത് ദുഷ്ടനായ പിശാചാണ്. പിശാച് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കരുത്തില്ലാത്തവനാക്കും. മനുഷ്യൻ്റെ കരുത്ത് നഷ്ടപ്പെടുന്നത് ഏത് കാര്യത്തിലാണ്? ആറ്റം ബോംബുണ്ടാക്കാനുള്ള കഴിവുണ്ട്, എതിർക്കാനുള്ള കഴിവുണ്ട്, കൊലപാതകത്തിനുള്ള കഴിവുണ്ട്, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് കീഴടക്കാനുള്ള കഴിവുണ്ട്. നേരിട്ട് കീഴടക്കാനോ കൗശലപൂർവ്വം കീഴടക്കാനുള്ള കഴിവെല്ലാം ഉണ്ട് മനുഷ്യന്. പക്ഷേ മനുഷ്യനില്ലാത്ത കഴിവെന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള കഴിവാണില്ലാത്തത്. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിന് കൊടുത്തത് സ്നേഹിക്കാനുള്ള കഴിവാണ്. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായി നാം എത്രമാത്രം ഈ കാര്യത്തിലെല്ലാം ദൈവം നമുക്ക് തരുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിധി എന്നൊരു വാക്ക് നാം സാധാരണ കേൾക്കാറുണ്ട്. നിധി കിട്ടുക, നിധി ലഭിച്ചു എന്നല്ല. എന്താണ് വാസ്തവത്തിൽ? ഗോത്രപിതാവായ യാക്കോബിൻ്റെ മൂത്ത മകൻ രൂബേൻ നിധിയുള്ളവനായിരുന്നു. അവന് കിട്ടിയ നിധി എന്ന് പറഞ്ഞാൽ അവൻ ജ്യേഷ്ഠാവകാശം ഉണ്ടായിരുന്നവന്. 12 മക്കളിൽ മൂത്തവനായിരുന്നവന് അപ്പൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഇരട്ടി പങ്കിനവൻ യോഗ്യനായിരുന്നു. പക്ഷേ അവൻ വെള്ളം പോലെ തുളുമ്പുന്നവനായിരുന്നു. അവൻ്റെ നിധി അവന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. വെള്ളം പോലെ തുളുമ്പുന്നവൻ എന്ന് വെച്ചാൽ അൺറൂളി ആസ് ദ വൈൽഡ് വേവ്സ്, കടലിലെ തിരമാല ഇളകുന്നത് പോലെ ഒരിളകുന്ന പ്രകൃതക്കാരനായിരുന്നു ആ രൂപൻ. തൽഫലമായിട്ട് എന്താ ഉണ്ടായത്? അവനൊരു സമർപ്പണമുള്ള ഹൃദയമുണ്ടായിരുന്നില്ല. അവൻ്റെ ഹൃദയവുമായി അവൻ ദൈവത്തോടൊരു ഉടമ്പടിക്ക് തയ്യാറായിരുന്നില്ല. അവൻ്റെ ഇഷ്ടം, അവൻ്റെ ഇച്ഛ, അവൻ്റെ അശുദ്ധി, അവൻ്റെ മ്ലേച്ഛത, അവൻ്റെ ജഡിക ഉല്ലാസം, അതുമാത്രമായിരുന്നു അവൻ്റെ ജീവിതത്തെ ഭരിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതായ ഒരു മനുഷ്യന് ഒരപ്പൻ്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള യോഗ്യത ഒരിക്കലും ഉണ്ടാകില്ല. ഒരാത്മീയ പിതാവിൻ്റെ അനുഗ്രഹത്തിന് അങ്ങനെ വെള്ളം പോലെ തുളുമ്പുന്ന ഒരു മകന് ഒരു കാലത്തെ യോഗ്യതയിലേക്ക് വരികയില്ല. അപ്പൻ തന്നെ പറഞ്ഞു, ഈ എൻ്റെ മകൻ മൂത്തവനാണ് എങ്കിലും അവൻ ശ്രേഷ്ഠനാവുകയില്ല എന്ന് സ്വന്തം നാവുകൊണ്ട് അപ്പന് വേദനയോടെ പറയേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് സഹിക്കാനും സ്നേഹിക്കാനും പഠിക്കുക എന്നുള്ളതാണ് മനുഷ്യരായ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയം എന്ന് പറയുന്നത് കുറേ പള്ളിയിൽ പോകുന്നതല്ല. ആത്മീയം എന്ന് പറയുന്നത് കുറേ പള്ളിച്ചടങ്ങുകൾ ചെയ്യുന്നതല്ല. ആത്മീയം എന്ന് പറയുന്നത്
ഒരു പുരോഹിതനാകുന്നത് പോലുമല്ല. ആത്മീയൻ എന്ന് പറയുന്നത് ഒരു സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞു കിടക്കുക, അതുമല്ല. ആത്മീയൻ എന്ന് പറയുന്നത് ആത്മീയ പിതാവിനെ പോലെയാകുക, അഥവാ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി തീരുക, ദൈവത്തിൻ്റെ ആത്മാവുള്ളവനായി തീരുക, ദൈവത്തിൻ്റെ പ്രകൃതമുള്ളവനായി തീരുക, ദൈവം മനുഷ്യന് തന്നതായ ആ കഴിവ്, കരുത്ത് സ്നേഹിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നവനായി തീരുക. അത് സുവിശേഷം കേട്ടാൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അതാണ് ദാവീദ് പറയുന്നത്, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനുഷ്യൻ്റെ മറ്റൊരു മനോഭാവം നോക്കാം. സുവിശേഷത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ളതായ ആ കൺസെപ്റ്റിൽ തന്നെയുള്ള വ്യത്യാസം. 56-ാം സങ്കീർത്തനം നോക്കാം. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, മൈ ടോസിങ് ആൻഡ് മൈ ടേണിങ്. എന്നുവെച്ചാൽ രാത്രിയിൽ ഉറക്കം വരാതെ ഞാൻ കിടന്നങ്ങനെ ഉരുണ്ടുരുണ്ട് മറിയുന്നത്, എൻ്റെ കണ്ണിൽ കണ്ണുനീര് വരുന്നത്, കർത്താവേ, ഞാൻ വേദനയോടെ പൊളയുന്ന കാലത്ത്, രാത്രിയൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ഞാൻ കരയുന്ന കാലത്ത് എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന്. ദാവീദിന് ദൈവത്തോടുള്ളതായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. കാരണം തൻ്റെ ആ ഉറങ്ങാത്ത രാത്രികളിൽ, ആ കണ്ണുനീരിൻ്റെ രാത്രികളിൽ തന്നെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ടെന്നും തൻ്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നോക്കാം. അതിൻ്റെ 14-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ച് നോക്കാം. ഭക്തനായിരുന്ന ഇയ്യോബ് അതിവേദനയോടെ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇയ്യോബ് പറയുന്ന വാക്കെന്താണ്? 14-17. എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു, എൻ്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. അവിടെ ഇയ്യോബ് പറയുകയാണ്, ദൈവം തൻ്റെ അകൃത്യങ്ങൾ ഒരു സഞ്ചിയിലാക്കി കെട്ടി തനിക്കെതിരെ സാക്ഷ്യം പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ദാവീദ് പറയുന്നു, ദൈവം എൻ്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വച്ചിരിക്കുന്നു. ഇയ്യോബ് പറയുന്നു, ദൈവം എൻ്റെ അകൃത്യങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കി പിന്നീട് എന്നോട് കണക്ക് ചോദിക്കാൻ വേണ്ടി അത് കെട്ടിവെച്ചിരിക്കുകയാണെന്ന്. എൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ ഹൃദയവേദനയാണ്. കാരണം മക്കൾ 10 പേരും മരിച്ചു, ആരോഗ്യം പോയി, കുടുംബം പോയി, സമ്പത്തും പോയി, എല്ലാം പോയപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭക്തനായ ഇയ്യോബ് വേദനയോടെ പറയുകയാണ്, മരണം കഴിഞ്ഞ് ഒരു ജീവിതമുണ്ടെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ മരണത്തെക്കുറിച്ച് തന്നെ എനിക്ക് മധുരമായിട്ടൊന്ന് ചിന്തിക്കാമായിരുന്നു. ഇപ്പോൾ മരണം ഒരു കയ്പാണ്. കാരണം മരണത്തിന് ശേഷം ഒരു ജീവനുണ്ടെന്ന് എനിക്ക് ആ ഉറപ്പ് കിട്ടുന്നില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ജീവനുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മരണം ഒരു കയ്പേറിയ അനുഭവമായിട്ട് പോകുന്നു. മരണശേഷം ജീവനുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ മരണത്തെ ഞാൻ സന്തോഷത്തോടെ കാണുമായിരുന്നു. അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും, നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു, എൻ്റെ പാപത്തിന് മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് നിരാശയോടെ പറയുകയാണ്, അങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവനുണ്ടെന്നും ഒരു സ്നേഹമുള്ള ദൈവമുണ്ടെന്നെല്ലാം എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി ഉത്തരം പറയുമായിരുന്നു. മാത്രമല്ല, എൻ്റെ സ്റ്റെപ്പുകൾ എന്നുവെച്ചാൽ എനിക്ക് കാലടി വയ്ക്കാനുള്ള ദൈർഘ്യമില്ല, ജീവിതം തീരാറായി, ഇനി എനിക്ക് നടക്കാൻ വഴികളില്ല, എൻ്റെ സ്റ്റെപ്പുകൾ തീർന്നു. നിരാശയോടെ പറയുന്നതാണ് നാം വായിച്ചു നോക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ. അതിൻ്റെ അവസാനമാണ് 17-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞത്, എൻ്റെ അതിക്രമങ്ങൾ ദൈവം ഒരു സഞ്ചിയിലാക്കി എവിഡൻസ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ദൈവം എനിക്കെതിരെ എന്നെ ന്യായം വിധിക്കാൻ വേണ്ടിയുള്ള എവിഡൻസുകൾ ദൈവം സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പതറിയ ചിന്തകൾ. ഭക്തിയുണ്ടായിരുന്നു, ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. എങ്കിലും അതിവേദനയോടെ എല്ലാം കടന്നു പോകുമ്പോൾ മനുഷ്യഹൃദയം പാഞ്ഞു പോകുന്ന ചിന്തകൾ. ജീവനുള്ള ദൈവം എനിക്കെതിരെ എവിഡൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്കെതിരെ എവിഡൻസ് ഉണ്ടാക്കുന്നു, എനിക്കെതിരെ എൻ്റെ കുറ്റം പ്രൂവ് ചെയ്യാൻ
എവിഡൻസ് ദൈവം കണ്ടുപിടിക്കുന്നു. മനുഷ്യരായ നാം ഇപ്രകാരം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു പോകാറില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവം എൻ്റെ പാപം കണ്ടുപിടിച്ച് എന്നെ ശിക്ഷിക്കുകയാണ്. ദൈവം എൻ്റെ പാപത്തിന് പകരമായിട്ട് എന്നോട് കണക്ക് ചോദിക്കുകയാണ്. അങ്ങനെകൊണ്ടാണ് എനിക്ക് രോഗം വന്നത്, അതുകൊണ്ടാണ് മരണം വരുന്നത്, അതുകൊണ്ടാണ് സാമ്പത്തിക ക്ലേശം വരുന്നത് എന്നെല്ലാം നാം ചിന്തിക്കാറില്ലേ? എന്നാൽ ദാവീദ് എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോബിൻ്റെ പ്രത്യാശ വെള്ളത്തിൽ കിടക്കുന്ന കല്ലിൻ്റെ തേഞ്ഞു പോകുന്നത് പോലെ യോബിൻ്റെ പ്രത്യാശ തേഞ്ഞു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? മനുഷ്യ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളാണ് നാം കാണുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളെ നാം എന്തിനാണ് കൈകാര്യം ചെയ്യേണ്ടത്? നാം അതിനെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തിയെടുക്കണം. ദൈവം നമുക്ക് അനുകൂലമാണ്. പഴയ നിയമത്തിൽ നാം ഒരു യോസേപ്പിനെ കാണുന്നുണ്ട്. അവൻ്റെ 11 സഹോദരന്മാർ കൂടെ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ആ സഹോദരന്മാരോട് കയ്പും നീരസവും അവന് വരാമായിരുന്നു. പക്ഷേ ദൈവം ആ സഹോദരന്മാരവനെ ത്യജിച്ചത് അവൻ്റെ നന്മയ്ക്കാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം എവിഡൻസ് ഉണ്ടാക്കി നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നത് പോലും, നമുക്കെതിരായിട്ട് വരുന്നത് പോലും നന്മയ്ക്കായി ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതേ യോസേപ്പിനെ തന്നെ പൊത്തീഫർ എന്നുള്ള ആ രാജാവിൻ്റെ ഫറവോൻ്റെ മന്ത്രിയുടെ വീട്ടിൽ വേലക്കാരനായിരുന്നു. ആ പൊത്തീഫറിൻ്റെ ഭാര്യ, യജമാനൻ്റെ ഭാര്യ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. അവൻ്റെ പേരിൽ അവനെ പാപത്തിന് പ്രേരിപ്പിച്ചു. അതിനവനെ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ യോസേപ്പ് എന്താണ് ചെയ്തത്? അവൻ സഹനത്തോടെ നിന്നു. തനിക്കെതിരായിട്ട് വന്നതായ ആ ആരോപണത്തെ, ആ അധപ്പതിച്ച അവസ്ഥയെ, തൻ്റെ നേരെ എല്ലാവരും ആരോപണങ്ങളുമായി വന്നപ്പോൾ സൗമ്യനായി നിന്ന ആ ചെറുപ്പക്കാരൻ, അവനെ ദൈവം ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇളകുന്ന പ്രകൃതക്കാരാണോ? നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഇളകുന്നവരാണോ? നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ ബഹളമുണ്ടാക്കുന്നവരാണോ? അതോ ശാന്തമായി സൗമ്യമായി ജീവിതത്തെ നിങ്ങൾ നേരിടുന്നവരാണോ? ഇതാണ് വേദപുസ്തകത്തിൽ നാം പഠിക്കേണ്ടത്. ഇതാണ് ഞാൻ ഉപദേശിച്ചതരാമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ട് പഠിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കടൽ തിര പോലെ ഇളകുന്ന മനുഷ്യനല്ല. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നാം ഇളകാത്തവരായി നിന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതാണ് വാസ്തവത്തിൽ മനുഷ്യരായ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ 34-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 6, 7, 8 വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാവീദിൻ്റെ തന്നെ അനുഭവങ്ങളാണ്. 6, 7, 8 വാക്യം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങളിൽ പോകാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? നിങ്ങൾ പോകുന്ന പ്രാർത്ഥനാ യോഗത്തിൽ സാക്ഷ്യം പറയലുണ്ടോ? അവിടെ സാക്ഷ്യം പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? എളിയവരായ മനുഷ്യർ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ ഭാഷാ പരിജ്ഞാനമൊന്നുമില്ല, എളിയവരായ മനുഷ്യർ അവരുടേതായ സ്വന്തം ഭാഷയിൽ, ആ എളിമയുടെ ഭാഷയിൽ ജീവനുള്ള ദൈവത്തെ അവർ വിളിച്ച അനുഭവവും അവർ വേദനിച്ച അനുഭവവും അവരുടെ വിളി കേട്ട് ദൈവം അവരെ സഹായിച്ച അനുഭവവും ദൈവം അവരെ വിടിവിച്ച അനുഭവമെല്ലാം അങ്ങനെയുള്ളതായ സാക്ഷിയോഗങ്ങളിൽ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അവരുടെ മദ്യപാനം എങ്ങനെ മാറിക്കിട്ടി, അവരുടെ വാശി വൈരാഗ്യം എങ്ങനെ മാറിക്കിട്ടി, അവരുടെ മുൻകോപം എങ്ങനെ മാറിക്കിട്ടി, അവരുടെ കുടുംബകലഹം എങ്ങനെ മാറിക്കിട്ടി, അവരുടെ പ്രതികാര ചിന്ത എങ്ങനെ മാറിക്കിട്ടി, അവരുടെ രോഗം എങ്ങനെ സൗഖ്യമായി കിട്ടി, അവരുടെ പരാജയം എങ്ങനെ വിജയമായി തീർന്നു. ഇതെല്ലാം വലിയ ഭാഷാശുദ്ധിയോടെയോ തിയോളജിയുടെ പരിജ്ഞാനത്തിലോ ഒന്നുമല്ല. എളിയവരായ മനുഷ്യർ അവരുടെ സ്വന്തം ഭാഷയിൽ അവരുടെ ജീവിതാനുഭവത്തിൽ ജീവനുള്ള ദൈവത്തെ രുചിച്ചറിഞ്ഞതും ജീവനുള്ള ദൈവത്തിൻ്റെ ദൂതൻ പാളയമിറങ്ങി അവരെ വിടിവിച്ച കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത് കേൾക്കുന്നത് സാക്ഷിയോഗങ്ങളിലാണ്.
അതാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നിടത്ത് സാക്ഷിയോഗങ്ങളുടെ പ്രാധാന്യം അതാണ്. അതിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തൊക്കെയാണ് ദാവീദ് പറയുന്നത്? ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്തതെന്താണ്? യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദാവീദിൻ്റെ ഒരു പ്രത്യേക ഭാഷയാണിത് തന്നെ. ദൈവത്തിൻ്റെ ദൂതൻ ദൈവമക്കൾക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു, അവരെ രക്ഷിക്കുന്നു, അവരെ സഹായിക്കുന്നു എന്നുള്ളത്. 35-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 35-ാം സങ്കീർത്തനം 6-7 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. അവർ കാറ്റിനു മുമ്പിലെ പതിറുപോലെയാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സമർപ്പണമില്ലാത്തവർ, സഭയിൽ ഇറങ്ങി നടക്കും, തീരുമാനമില്ലാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, കർത്താവിനോട് വാക്ക് പറയാത്തവർ, അങ്ങനെയുള്ള എല്ലാവരും ജീവനുള്ള ദൈവത്തിൻ്റെ സഭയെന്നറിയപ്പെടുന്ന സഭയിൽ ഈ പറഞ്ഞവരെല്ലാവരും ഉണ്ടാകും. സമർപ്പണമില്ലാത്തവരുണ്ട്, തീരുമാനമില്ലാത്തവരുണ്ട്, പാപത്തെ വെറുക്കാത്തവരുണ്ട്, പാപത്തോട് നോ പറയാത്തവരുമുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവിടെ കാറ്റിന് മുമ്പിലെ പതിറുപോലെ അവരെ യഹോവയുടെ ദൂതൻ ഓടിച്ചു കളയും, കാറ്റിന് മുമ്പിൽ പതിറ് മാറുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, പാപി തന്നെത്താനെ ദൈവസഭയെന്ന് മാറും. പാപത്തോട് പ്രിയമുള്ളവൻ, പാപവഴികളോട് പ്രിയമുള്ളവൻ വിശുദ്ധന്മാരുടെ സംഘത്തിൽ നിന്ന് അവൻ തനിയെ മാറും. യഹോവയുടെ ദൂതൻ അവനെ പിന്തുടരട്ടെ എന്ന് പറയും. 6-ാമത്തെ വാക്യം എന്താണ്? അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദൂതൻ ദൈവമക്കളെ നശിപ്പിക്കാൻ വരുന്നവരെ യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരുന്നു. ദൈവത്തിലെ നീ രക്ഷയിക്കപ്പെട്ടവനാണെങ്കിൽ, നീ കർത്താവിൻ്റെ പൈതലാണെങ്കിൽ, നിൻ്റെ പുറകെ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. നിൻ്റെ പുറകെ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. നിനക്ക് കാവൽ ചെയ്യാൻ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച് നോക്കാം. 18-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെ തന്നെ നമുക്കിത് തന്നെ കാണാം. മത്തായിയുടെ സുവിശേഷം 18-11. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എളിയവര്, അതിന് മുമ്പുള്ള വാക്യം എന്താ? ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരെയും തുച്ഛീകരിക്കരുത് പ്രിയപ്പെട്ടവരെ. എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ളവനാണ് യഹോവ കഷ്ടദിവസത്തിൽ അവനെ സഹായിക്കും. നമ്മുടെ കൂട്ടത്തിൽ എളിയവരുണ്ടാകും. സാമ്പത്തികമായി എളിയവർ, അത് മാത്രമല്ല കഴിവ് കുറഞ്ഞവർ, സാമർഥ്യം കുറഞ്ഞവർ, പ്രാഗൽഭ്യം കുറഞ്ഞവർ, എളിയവരെപ്പോഴും ഉണ്ട്. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ, എളിയവർ അത് കേട്ട് വിശ്വസിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ ദാവീദിൻ്റെ ഭാഷയാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എളിയവരത് കേട്ട് വിശ്വസിക്കും. 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ എൻ്റെ കൊട്ടാരത്തിൽ ഉന്നതന്മാർ കേട്ടെന്ന് വരില്ല, വലിയ ഉന്നതന്മാർ കേട്ടെന്ന് വരില്ല, പട്ടാള മേധാവികൾ കേട്ടെന്ന് വരില്ല, മന്ത്രിമാർ കേട്ടെന്ന് വരില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ എളിയവരാണ് കേൾക്കാനുള്ളത്. സുവിശേഷം കേൾക്കാൻ എപ്പോഴും എളിയവരെ ഉണ്ടാകുകയുള്ളൂ. സുവിശേഷമാണ് സഭയുടെ അടിസ്ഥാനം. പക്ഷേ സഭകളിൽ സുവിശേഷം കേൾക്കാൻ ആരാ ഉണ്ടാകുക? സഭയിൽ ഉന്നതന്മാരുണ്ടാവില്ല, പ്രമാണികളുണ്ടാവില്ല, വലിയ വലിയ വൻതോക്കുകളുണ്ടാവില്ല. സുവിശേഷം സഭയിലെ തന്നെ എളിയവരുടെ വകയായിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം സുവിശേഷത്തിൻ്റെ വിലയറിയില്ല. സുവിശേഷം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ വിളിക്കാത്തൊരു സഭ, യേശുവിനെ ആദരിക്കാത്തൊരു സഭ, യേശുവിനെ അനുസരിക്കാത്ത സഭ, അങ്ങനെയുള്ളതായ ഒരു സഭയിൽ സുവിശേഷം എന്ന് പറയുന്നത് എളിയവരുടെ വഴിയായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. മാന്യന്മാർക്കൊന്നും അതിൽ വേണ്ട, വലിയ ഉന്നതന്മാർ അവിടെ എത്തിനോക്കുക പോലുമില്ല. എന്നാൽ എളിയവരാണ് സുവിശേഷം കേട്ട് അത് വിശ്വസിക്കുന്നവർ. ഇവിടെ ഇതാ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. കാരണം എന്താ? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിലെ പിതാവിൻ്റെ മുഖത്തേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ എളിയവരോട് എന്ത് ചെയ്യണമെന്ന്
ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ എളിയവനായ ഒരു ഭക്തനെ, നിസ്സാരനായ ഒരു ഭക്തനെ, പ്രിയപ്പെട്ടവരെ, സമർപ്പണമുള്ള ഒരു ഭക്തനെ, കർത്താവെ ഇവനെ എന്താ ചെയ്യേണ്ടത്, ഇവനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഇവനെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ മാലാഖ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ എങ്ങനെ കാവൽ ചെയ്യണം? അതുകൊണ്ടാണ് യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടുന്നതൊരു ഭാഗ്യമല്ലേ? സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നതൊരു ഭാഗ്യമല്ലേ? ക്രിസ്തുവിൻ്റെ മുദ്ര പ്രാപിക്കുന്നതൊരു ഭാഗ്യമല്ലേ? ജീവിതം വിശുദ്ധിക്ക് വേണ്ടി കൊടുക്കുന്നതൊരു ഭാഗ്യമല്ലേ? അവിടെ ഏതാ ദൈവത്തിൻ്റെ ദൂതൻ എന്നെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് പിതാവായ ദൈവത്തോട് ദൈവദൂതൻ ചോദിക്കുന്നു. ഈ എളിയ വിശ്വാസിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരെ, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടീഡാണ്. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, നിങ്ങൾ വിട്ടുപോകുമെന്ന് കരുതുന്ന ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ചുറ്റും പാളയമിറങ്ങുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഒരു പോറ പോലും പറ്റാതെ, നിങ്ങളുടെ ചാരിത്രത്തിന് കേടുവരാതെ, നിങ്ങളുടെ സ്വഭാവശുദ്ധിക്ക് കേടുവരാതെ നിങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവദൂതന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ചോദിച്ചത്, 34 സങ്കീർത്തനം 12 വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരുണ്ട് എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ഡു യു വാണ്ട് എ ലോങ് ലൈഫ്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തോടു കൂടെയുള്ളതായൊരു ജീവിതം ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തെ അനുസരിച്ചുള്ളതായ ഒരു ജീവിതം ആവശ്യക്കാരനാണോ? ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിന് വിനയപ്പെട്ട്, ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിച്ച്, ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ മുദ്രയേറ്റതായ ഒരു മകനായി ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 14 സങ്കീർത്തനം 12 വാക്യം അങ്ങനെയല്ലേ? നിനക്ക് ആഗ്രഹമുണ്ടോ? ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരുണ്ട്? യേശുവിൻ്റെ മുദ്രയേറ്റ് ജീവിക്കാൻ ആരുണ്ട്? നാവിന് നിയന്ത്രണത്തോടെ ജീവിക്കാൻ ആർക്ക് മനസ്സുണ്ട്? അരുതാത്തൊരു വാക്ക് പറയാതെ ജീവിക്കാൻ ആർക്ക് മനസ്സുണ്ട്? അതാണ് അതിൻ്റെ 13 വാക്യം, 13-14 വാക്യം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. അങ്ങനെ നാവിനെ കാക്കാൻ ആരുണ്ട്? ദോഷം ചെയ്യാതിൻ്റെ നാവിനെയും വ്യാജം പറയാതിൻ്റെ അതിരത്തെയും എനിക്ക് കാക്കണമെന്ന് നിർബന്ധമുള്ളവരാരാ ഉള്ളത്? അങ്ങനെ നിർബന്ധത്തോടുകൂടെ ദൈവത്തെ വിളിക്കുന്ന ആരാ ഉള്ളത്? എൻ്റെ നാവ് ദോഷം ചെയ്യാതെയും വ്യാജം പറയാതെയും സൂക്ഷിക്കണമെന്ന് സമർപ്പണമുള്ള ക്രിസ്ത്യാനി ആരാ ഉള്ളത്? ക്രൈസ്തവ നേതാവ് ആരാ ഉള്ളത്? ക്രൈസ്തവ സുവിശേഷകൻ ആരാ ഉള്ളത്? ക്രൈസ്തവരായ അപ്പനും അമ്മയും ആരാ ഉള്ളത്? ദോഷം ചെയ്യാതെ എൻ്റെ നാവിനെ ഞാൻ സൂക്ഷിക്കണമെന്ന്. അടുത്ത വാക്യം എന്താ? ദോഷം വിട്ടെന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിത്ത് വിതച്ചാലേ ഫലം കിട്ടുകയുള്ളൂ. വിത്ത് വിതയ്ക്കാതെ കൊയ്യാൻ ചെന്നാൽ കൊയ്ത്ത് പാടത്തൊന്നും കിട്ടുകയില്ല. അങ്ങനെ മറ്റുള്ളവനെ സഹായിക്കാൻ മനസ്സില്ലാത്തവന് സഹായം പ്രതീക്ഷിക്കാനൊന്നും ആയിരുന്നത്. സ്നേഹം കൊടുക്കാത്തവന് സ്നേഹം പ്രതീക്ഷിക്കരുത്. എന്താണ് അവിടെ ദാവീദ് പറയുന്നത്? ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. മറ്റുള്ളവർക്ക് ഗുണം ചെയ്താലേ അവരിൽ നിന്ന് ഗുണം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ട് സ്നേഹം കിട്ടുകയുള്ളൂ. സഹായിക്കേണ്ടവരെ സഹായിച്ചാലേ ഇങ്ങോട്ട് സഹായം കിട്ടുകയുള്ളൂ. അടുത്തെന്താണ്? സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ജീവനെ ആഗ്രഹിക്കുന്നവരാരുണ്ട്? സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ആരുണ്ട്? സമാധാനം വേണമെന്നുള്ളവരാരുണ്ട്? സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവൻ ചെറിയ കാര്യത്തിൽ പോലും ഇളകാത്തവനായിരിക്കണം. ദൈവമക്കളെ, ഞാനെല്ലാം ലജ്ജയോടെ ചില രാത്രികൾ കിടന്നുറങ്ങുമ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. സമാധാനത്തോടെ ഉറങ്ങണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ ഇളകിപ്പോയ ദിവസങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, ഭവനത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ ഇളകിപ്പോകുന്ന പ്രകൃതം, വല്ലാതെ ഇളകിപ്പോകുന്ന പ്രകൃതം. അങ്ങനെ ഇളകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ക്രിസ്തുവിലേക്ക് ഉയർത്താം. തകർന്ന് തരിപ്പണമായ ആഗ്രഹങ്ങളും ചിന്നിച്ചിതറിയ പദ്ധതികളുമായി മനുഷ്യരായ നാം ഭൂമിയിൽ വലയുന്ന കാലമാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന ഒരു നസറായനായ യേശുവുണ്ട്. അവൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ചിന്നിച്ചിതറിയ കുറേ പദ്ധതികളും
തകർന്നുപോയ കുറേ സ്വപ്നങ്ങളുമാണ് ഇന്നെൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ഞാൻ ജീവനെ ആഗ്രഹിച്ചില്ല, എൻ്റെ നാവിനെ നിയന്ത്രിച്ചില്ല, ഞാൻ സമാധാനത്തിന് വേണ്ടി കാത്തിരുന്നില്ല, ഞാൻ ഇളകുന്ന പ്രകൃതക്കാരനായിരുന്നു. ദൈവം എനിക്ക് എവിഡൻസ് ഉണ്ടാക്കി എന്നെ ദൈവം ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഞാൻ നിരൂപിച്ചു പോയിട്ടുണ്ട്. ദാവീദോ എൻ്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വയ്ക്കുന്നുവെന്ന് ദാവീദ് തന്നെ സ്നേഹത്തോടെ കണ്ടു. കർത്താവേ, എനിക്കൊരു വ്യത്യാസം തരണമേ. ഇന്നു മുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കും. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ജീസസ്. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഈ നല്ല സമർപ്പണത്തോടുകൂടെ ശേഷിക്കുന്ന കാലം ജീവിക്കാൻ കൃപ തരണമേ, കരുത്ത് തരണമേ, സമാധാനം തരണമേ, കുടുംബത്തെ പാലിക്കണമേ, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, നിങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കണമേ, നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ മേൽ പൊറുതി തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.